നമസ്കാരം. മദ്രസകളിൽ ഇനി ശ്രീരാമന്റെ ജീവിത ചരിത്രവും സിലബസിൽ ഉൾപ്പെടുത്തി കുട്ടികളെ പഠിപ്പിക്കും എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ വഖഫ് ബോർഡിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. പക്ഷേ ഇത് കേരളത്തിലല്ല, ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ നിരവധി അമ്പലങ്ങളൊക്കെ ഉണ്ട്. ബദരീനാഥ്, കേദാർനാഥ്, ഇങ്ങനെ തുടങ്ങി പ്രസിദ്ധമായ ഹരിദ്വാർ, ഇങ്ങനെ തുടങ്ങി എത്രയോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഈ ഉത്തരാഖണ്ഡ് എന്നുള്ള സംസ്ഥാനത്തുള്ളത്. ആ സംസ്ഥാനത്തിലെ മദ്രസകള് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡിന്റെ കീഴിൽ 117 മദ്രസകളാണുള്ളത്. ആ 117 മദ്രസകളിലും ഇനി ശ്രീരാമചരിതം പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ ചെയർമാൻ കൂടിയായ മദ്രസയുടെ ചെയർമാൻ ഷജാദ് ഷംസ് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം അത് വാർത്താ കുറിപ്പിൽ കൂടെ വാർത്താ സമ്മേളനത്തിൽ തന്നെ ജനങ്ങളോട് പുറത്തു പറഞ്ഞിരിക്കുന്നു. ഷജാദ് ഷംസ് എന്ന് പറയുന്ന അദ്ദേഹം അവിടുത്തെ ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ് ചെയർമാനാണ്. കാരണം ശ്രീരാമന്റെ തത്വങ്ങൾ, ആദർശങ്ങൾ, അതും നമ്മളെ കുട്ടികൾ പഠിക്കേണ്ടതാണ്. അതിൻ്റെ മൂല്യങ്ങൾ എന്താണെന്ന് നമ്മുടെ കുട്ടികളും കൂടി അറിഞ്ഞുകൊട്ടെ. അവർ പിന്നെ തീരുമാനിക്കട്ടെ ഏത് മൂല്യമാണ് നല്ലത് എന്നത്. നമ്മൾ അത് ജാതി മതത്തിൻ്റെ അതിർവരമ്പ് മാറ്റിക്കൊണ്ടിട്ട് ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ ആചാര്യനെന്നും ദൈവമെന്നും കരുതുന്ന ശ്രീരാമൻ്റെ ആ തത്വങ്ങൾ, ആ മൂല്യങ്ങൾ നമ്മളെ പഠിക്കട്ടെ, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയട്ടെ എന്നതാണ് ഈ ഉത്തരാഖണ്ഡിൽ നിന്നും അവിടുത്തെ വഖഫ് ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. എത്രയോ വിശാലമായ ഒരു തീരുമാനമാണ് അവിടുത്തെ വഖഫ് ബോർഡ് നടത്തിയിരിക്കുന്നത് എന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മൾ കേരളത്തിലെ ഈ വളരെ പ്രബുദ്ധരാണ്, കേരളത്തിൽ മതേതരത്വവാദികളാണ് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകളെല്ലാം വളരെ കറതീർന്ന മതേതരവാദികളാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്തരത്തിൽ ഈ കേരളത്തിലെ മത സംഘടനകൾക്കോ കേരളത്തിലെ വഖഫ് ബോർഡിനോ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിയുമോ എന്നതാണ് നമ്മൾ വളരെ കാര്യമായി ചിന്തിക്കേണ്ടത്. ഒരിക്കലും കഴിയില്ല. കേരളത്തിൽ അത്തരത്തിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉടൻ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് CPM അതിൽ ഇടപെടുകയും CPM അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും CPM-നെ ഭയന്നിട്ട് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾക്കൊന്നും തന്നെ അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിയും എന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ കേരളത്തിൽ സാധ്യതയില്ല. കാരണം ശശി തരൂർ ഒരിക്കൽ ഈ അടുത്ത കാലത്ത് ശ്രീരാമന്റെ സിയാറാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമനെ വാഴ്ത്തിക്കൊണ്ടൊരു രാംലല്ലയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം അതിനെതിരെ ഈ വിമർശനങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ അയോധ്യയിലെ വിഷയം വളരെ പണ്ട് മുതലേ ഉള്ള വിഷയമാണ്. വളരെ പണ്ട് മുതലേ ഒരു തർക്ക മന്ദിരമായിരുന്നതാണ് ഇത്. നമ്മൾ മതേതരത്വത്തിലെയും നമ്മുടെ രാജ്യത്തിൻ്റെയും സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനെ എതിർക്കാതെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാതെ അതിനെ പക്വതയോടെ കാണുകയും അതിനെ മാന്യമായി തന്നെ ആ ശ്രീരാമൻ, ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും, ഭാരതത്തിലെ ജനങ്ങൾ മുഴുവനും ശ്രീരാമന്റെ ജന്മസ്ഥലമാണ് അയോധ്യ എന്ന് വിശ്വസിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ പ്രദേശം മാന്യമായി തന്നെ അവർക്ക് വിട്ടുകൊടുത്തിട്ട് മാറിപ്പോവുകയും പ്രത്യേകിച്ച് മറ്റൊരു അമ്പലം ഞങ്ങൾ അവിടെ പണിഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ മതേതരത്വം എന്ന് പറയുന്നത് എത്ര വലിയ മഹത്തരമായി മാറിയേനെ. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ മുസ്ലിം സംഘടനകൾക്ക് അത് കഴിഞ്ഞില്ല എന്നതും ശശി തരൂർ പറഞ്ഞ വാക്കിൽ ഒന്നാണ്ട് അതേ വാക്കാണ്. അതാണ് നമുക്ക് ഇവിടെ ഒന്നും കൂടി എടുത്ത് കേരളമായിട്ട് പശ്ചാത്തലത്തിൽ എടുത്ത് ബന്ധിപ്പിച്ച് പറയേണ്ടത്. അത് എന്തുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇത്ര ഇടുങ്ങിയ ചിന്താധികാരായി മാറുന്നത്? എത്രയോ നല്ല വിശാലമായി ചിന്തിക്കുന്ന മനുഷ്യർ കേരളത്തിലുണ്ട്, മുസ്ലിം സംഘടനകളിലും മുസ്ലിം വിശ്വാസങ്ങൾക്കിടയിലും. പക്ഷേ അവരെല്ലാം വാ തുറക്കാൻ അനുവദിക്കാതെ അവരെല്ലാം ഭയപ്പെടുത്തിക്കൊണ്ട് ഈ എന്താ പറയാ യാഥാസ്ഥിക വിഭാഗങ്ങൾ മാത്രം ശക്തമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമാണ് ഇത്. രാജ്യത്തിന്റെ വിശ്വാസമാണ്, രാജ്യത്തിന്റെ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ ഉറഞ്ഞു കിടക്കുന്ന വിശ്വാസമാണ്. അതിനെ നമ്മൾ അംഗീകരിക്കണം എന്ന വിശ്വാസ ചിന്ത, അതിനെ
സഹിഷ്ണുതയോടെ കാണാനുള്ള, പക്വതയോടെ കാണാനുള്ള കഴിവ് എന്തുകൊണ്ട് കേരളത്തിലെ സംഘടനകൾ കഴിഞ്ഞില്ല എന്നതും ഇവിടെ ചോദ്യചിഹ്നമാണ്. എന്തായാലും ഉത്തരാഖണ്ഡിലെ വഖഫ് ബോർഡ് വളരെ ക്ലിയർ ആയിട്ട് ഈ മാർച്ച് മാസം മുതൽ അവർ വരാൻ പോകുന്ന പിന്നെ 2 മാസം കൂടെ കഴിയുമ്പോൾ മാർച്ച് മാസമാകുന്നു. മാർച്ച് മാസം മുതൽ പുതിയ ബാച്ച് തുടങ്ങുന്നു മദ്രസകളിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ ബാച്ചിൽ കൃത്യമായിട്ടും മാർച്ച് മാസം മുതൽ നടന്ന പുതിയ ബാച്ചിൽ പിന്നെ ശ്രീരാമന്റെ ചരിതങ്ങൾ പഠിപ്പിക്കും എന്ന് തന്നെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. സിലബസിൽ ഉൾപ്പെടുത്താനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തു, ഉൾപ്പെടുത്താനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഉത്തരാഖണ്ഡിൽ ഈ 117 മദ്രസകളല്ല, കൂടുതൽ മദ്രസകളുണ്ട്. ബാക്കി 415 ഭൂരിപക്ഷം മദ്രസകൾ വേറെയാണ്. അത് മദ്രസ ബോർഡ് എന്ന പേരിൽ മറ്റൊരു ബോർഡിന്റെ കീഴിലാണ്. അവരും ഇത്തരത്തിൽ തീരുമാനമെടുക്കാൻ ഈ ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡിന്റെ തീരുമാനം ഈ മദ്രസ വഖഫ് ബോർഡിനും കൂടി സ്വാധീനിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഒരു കാഴ്ചപ്പാടായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയുക. ഓർക്കാൻ ഇന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക്? എത്ര വർഷങ്ങൾ കൊഴിഞ്ഞുപോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും. സൗഹൃദങ്ങൾ, സഹപാഠികൾ, പ്രണയങ്ങൾ, അധ്യാപകർ, അച്ഛനമ്മമാർ, അയൽക്കാർ, അങ്ങനെ ഒരിക്കൽ നമ്മൾ ആരൊക്കെയോ ആയിരുന്നു അല്ലേ? നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്കു തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലെകളാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും. എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ, യാത്രകൾ, സൗഹൃദങ്ങൾ, പ്രണയം, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, അങ്ങനെ. ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം. ദി മാർക്കോ പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി 7:30 നിങ്ങളുടെ DNA ന്യൂസിൽ.